ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചിത്രകാരനെയാണ്. വടകര ഏറാമലയിലുള്ള ശ്രീ ജഗദീഷ് പാലയാട്ട്. ക്ഷേത്ര ചുമരുകളിലെ ദാരുശില്പങ്ങൾക്ക് പ്രകൃതിദത്ത ചായങ്ങൾ കൊണ്ട് ജീവൻ നൽകുന്ന അദ്ദേഹവും കൂട്ടരും. ആധുനിക ചായക്കൂട്ടുകളേക്കാൾ നിലവാരം കൂടിയ പ്രകൃതിജന്യ ചായക്കൂട്ടുകളാണ് അദ്ദേഹവും കൂട്ടരും ഇതിനായി ഉപയോഗിക്കുന്നത്. ചായില്യം, മനയോല, കാളകം, കരി, കട്ടനീലം, മരക്കറ തുടങ്ങിയ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ചായങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ശില്പങ്ങളെ മനോഹരമാക്കി തീർക്കുന്നത്. ചിത്രകല, എഴുത്ത്, ഫോട്ടോഗ്രാഫി, ചുമർ ചിത്രങ്ങൾക്ക് നിറം നൽകൽ തുടങ്ങി അനേകം മേഖലകളിൽ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ജഗദീഷ് പാലയാട്ട് എന്ന ജഗുവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അദ്ദേഹവും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം വടകരയിലെ നിസർഗ എന്ന വീട്ടിലാണ് താമസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവിധ കഴിവുകളിലേക്കൊന്ന് കണ്ണോടിക്കാം. തനവോദാരധിരന തനവോദാരധിരന നാദൃദ്രദീം തനവോദാരധിരന നാദൃദ്രദീം തനവോദാരധിരന നാദൃദ്രദീം തനവോദാരധിരന നാദൃദ്രദീം തക്കിട ജാനുദിമിത ദീമീം പിടദീം തനവോദാരധിരന നാദൃദ്രദീം തക്കിട ജാനുദിമിത ദീമീം പിടദീം തനവോദാരധിരന.
വൈക്കിൽശ്ശേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ അതിപുരാതന അല്ലെങ്കിൽ വളരെ കാലപ്പഴക്കമുള്ള ദാരുശില്പ വിഗ്രഹം അത് ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അത് വിഗ്രഹ നവീകരണത്തിൻ്റെ പാതയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ചാന്താട്ടം നടക്കുന്നത്. ചാന്താട്ടം എന്ന് പറയുന്നത് വിഗ്രഹത്തിൻ്റെ മേലെ വസ്ത്രാലങ്കാരം, ദേഹാലങ്കാരം, ആഭരണങ്ങൾ, അതുപോലെ എല്ലാം പ്രകൃതിജന്യ ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചായങ്ങൾ നൽകിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണത്. വൈക്കിൽശ്ശേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ ദാരുശില്പ വിഗ്രഹം അത് കാലപ്പഴക്കം കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിഗ്രഹത്തിൻ്റെ നവീകരണ പ്രവർത്തനം കൂടെ നടക്കുന്നത്. ശ്രീ ഗിരീഷ് ഏഴപ്പറമ്പിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ വിഗ്രഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിഗ്രഹത്തിൻ്റെ ചാന്താട്ടം കൂടി നിശ്ചയിച്ചിട്ടുള്ളത്. വിഗ്രഹത്തിൻ്റെ ചാന്താട്ടം എന്ന് പറയുന്നത് വിഗ്രഹത്തിന് ദേഹാലങ്കാരം, വസ്ത്രാലങ്കാരം, ആഭരണങ്ങൾ, അങ്ങനെയുള്ള ചായങ്ങൾ നൽകി അത് വിഗ്രഹത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചാന്താട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വടക്കിൻ്റെ ചാന്താട്ടം എന്ന് പറയുന്നത് അത് ചായില്യം എന്ന് പറയുന്ന ധാതു, അത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു തരം കല്ലാണത്. അതുപോലെ താളകക്കല്ലുകൾ, കട്ടനീലം, വെള്ളമൺ, അതുപോലെ മരക്കറകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ചാന്താട്ട പ്രവൃത്തി നടക്കുന്നത്. ഏതാണ്ട് 10 ദിവസമായി ചായങ്ങൾ അരക്കുന്ന പ്രവൃത്തിയായിരുന്നു ചിത്രകാരന്മാരായിട്ടുള്ള ബിജോയ് കരയത്തയ്യൽ, ഷിബു മലയിൽ എന്നിവരാണ് എൻ്റെ കൂടെ ഇതിൽ പ്രവൃത്തി ചെയ്യുന്നത്. പരമ്പരാഗത ശൈലിയിലുള്ള അതേ സമ്പ്രദായം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ദേഹവർണ്ണമായിട്ട് നീലയും, ആഭരണങ്ങൾ മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങളും, അതുപോലെ വീരാളിപ്പട്ടും അടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ, പിന്നെ കവചങ്ങൾ, അങ്ങനെയുള്ള ഒരു താന്ത്രിക ഡിസൈനുകളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചു വരുന്നത്. ഏതാണ്ട് ഒരു 10 ദിവസം കൂടി ഇതിൻ്റെ പ്രവൃത്തി ചെയ്യാനുണ്ട്. അതോടുകൂടി ചാന്താട്ടം പൂർത്തിയാകും. പിന്നെ 5-ാം തീയതി പ്രതിഷ്ഠ ആരംഭിക്കും. 13 വരെ പ്രതിഷ്ഠയുടെ മറ്റു നടപടികളാണ് ഉണ്ടായിരിക്കുക.